നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശ്വാസ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുക. കമ്മീഷന്റെ പ്രതിച്ഛായ അനുദിനമെന്നോളം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതിപ്പോ ഏറ്റവും താഴെയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. അതാർക്കാണ് അറിഞ്ഞുകൂടാത്തത്? കാരണം നമ്മുടെ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഭരണകൂടങ്ങള്, സർക്കാരുകള്, അതാണ് ഇന്ത്യ ഭരിക്കേണ്ടത്. അപ്പം അതിന് നേതൃത്വം കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിഴലിരിക്കുക. ജനങ്ങളിപ്പോ കമ്മീഷനെ നോക്കുന്നത് പഴയൊരു വിശ്വാസത്തോടെയല്ല, വലിയ സംശയത്തോടെയാണ്. കാരണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ മുമ്പിൽ വെച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെച്ച ചില വസ്തുതകൾ, അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ വലിയ തോതിൽ വോട്ട് കൊള്ള, വോട്ട് ചോരി, വോട്ട് മോഷണം നടന്നു എന്നുള്ളതാണ്. അതാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിച്ഛായ നഷ്ടത്തിന് കാരണമായിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഉത്തരവാദിത്വം ആരുടേതാ? നമ്മുടെ കമ്മീഷന്റെ അല്ലേ? അല്ല, നമ്മുടെ ഒന്നും അല്ലല്ലോ, പ്രതിപക്ഷ നേതാവിൻ്റെതും അല്ലല്ലോ, പ്രതിപക്ഷത്തിൻ്റെതും അല്ലല്ലോ.